ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ മെക്നോൺ വർക്ക്ഷോപ്പ് ഡേ 2 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. ടിങ്കർകാഡ് എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സർക്യൂട്ടുകൾ സിമുലേറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മുടെ ഫിസിക്കലി അല്ല, സോഫ്റ്റ്വെയർ. നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സർക്യൂട്ടുകൾ ഉണ്ടാക്കി വെക്കുന്നു. അതിൽ നമ്മൾ കുറച്ച് പ്രൊജക്റ്റ് നമുക്ക് ഇതുവരെ ചെയ്യാം. പക്ഷേ നമ്മുടെ ഒരു ഹാർഡ്വെയർ വെച്ച് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടൂലെങ്കിലും നമുക്കിത് വെച്ച് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത്, ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത്. ഫോണിൽ ചെയ്യാത്ത സുഖം ഉണ്ടാവില്ല, എന്നാലും ഒരു ടാബ് ഉണ്ടെങ്കിൽ ടാബിലൊക്കെ ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, മെയിൻലി ഞാൻ ലാപ്ടോപ്പാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ടിങ്കർകാഡ് എടുക്കുക. ക്രോം പോവുക, ടിങ്കർകാഡ് അടിക്കുക. അപ്പോൾ ടിങ്കർകാഡ് വരും. ഓക്കെ, ടിങ്കർകാഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്യണം. ഓക്കെ, ഞാൻ ആദ്യമായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ സൈനപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സൈൻ വിത്ത് ഗൂഗിൾ വെച്ച് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ബർത്ത്ഡേ സെലക്ട് ചെയ്തു. എന്തെങ്കിലും കണക്കെട്ടാലും കുഴപ്പമില്ല. നിങ്ങൾ അപ്പോ ഇങ്ങനത്തെ ഒരു യൂസർ ഇന്റർഫേസ് ആണ് വരിക. ഓക്കെ, ഈ യൂസർ ഇന്റർഫേസിൽ നമുക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഉണ്ടോ 3D ഡിസൈനിങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അതേപോലെ സർക്യൂട്ട്, നമ്മളിപ്പോൾ സർക്യൂട്ടാണ് നോക്കാൻ പോണത്. അതേപോലെ കോഡ് ബ്ലോക്സ്, നമുക്കിപ്പോൾ കോഡ് ബ്ലോക്സ് കറന്റ് ആവശ്യമില്ല. അപ്പം നമ്മൾ ഇത്ര ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ ഈ ഒരു ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനെ പോയിട്ട് സർക്യൂട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇപ്പൊ ലോഡായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ക്രീനാ വരിക. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു ഇതില്ലേ, ഇതിനാണ് വർക്ക് പ്ലെയിൻ എന്ന് പറയാ. ഈ പേജിനാണ് വർക്ക് പ്ലെയിൻ എന്ന് പറയാ. നമ്മുടെ ഇതിൽ കുറേ നമുക്ക് ബട്ടൺസ് കാണാൻ പറ്റും. ഒന്ന് ആഡ് കമന്റ്, നോട്ട്സ് ടൂള്, അതേപോലെ ടോഗിൾ നോട്ട്സ് വിസിബിലിറ്റി, അതേപോലെ കളറ്, അതേപോലെ വയർ ടൈപ്പ്, ഹുക്കപ്പ്, അലിഗേറ്റർ, ഓട്ടോമാറ്റിക്, നോർമൽ. അതൊന്നും ഇപ്പൊ നമുക്ക് കറന്റിൽ ആവശ്യമില്ല. നമുക്ക് ഈ കളർ ആവശ്യം വരും. ഓക്കെ, ഈ കളറിന്റെ ഒരു ഭാഗം നമുക്ക് ആവശ്യം വരും. അപ്പോ ആദ്യം ഞാൻ നിങ്ങൾക്ക് ആർഡിനോ എന്താന്ന് ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആർഡിനോ എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളറാണ്. ഞാൻ പറയുകയാണെങ്കിൽ ആർഡിനോന്റെ പോലത്തെ വേറൊരു ബോർഡുണ്ട്, റാസ്ബെറി പൈ എന്ന് പറയും. റാസ്ബെറി പൈ ഒരു മിനി കമ്പ്യൂട്ടറാണ്. പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പൊ ഈ കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. ഓക്കെ, നമ്മുടെ നോർമൽ കമ്പ്യൂട്ടർ ചെയ്യണ പോലെ ഒക്കെ ചെയ്യാം. അതിലൊരു ഡിസ്പ്ലേ, മോണിറ്റർ അതേപോലെ മൗസും കീബോർഡും കണക്ട് ചെയ്താൽ നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഈ ഒരു ആർഡിനോയില് 13 ഡിജിറ്റൽ പിൻ ഉണ്ട്. ഡി ഡിജിറ്റൽ 13 വരെ ഉണ്ട്. ഓക്കെ, അതില് 1 2 3 4 5 6 PWM പിന്ന്. PWMന്റെ വേവ്സ് വ്യത്യാസം അങ്ങനെയാണ്. ഓക്കെ, PWM വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മോട്ടോർ ഡ്രൈവറൊക്കെ കൺട്രോൾ ചെയ്യുക PWM യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതേപോലെ A0, A1, A2, A3, A4, A5 ഇങ്ങനെ 5 വരെ, A5 വരെ അനലോഗ് പിൻസും വരുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ കറന്റ് നമ്മുടെ അനലോഗ് പിൻ യൂസ് ചെയ്യില്ല, ഇന്ന് നമ്മുടെ അനലോഗ് പിൻ യൂസ് ചെയ്യണില്ല. ഓക്കെ, അതേപോലെ ഞാൻ ഈ സാധനം ഒന്ന് മെല്ലെ ഒന്ന് ഒതുക്കി വെച്ചു. നമ്മളിപ്പോ ഈ ഗ്രൗണ്ടും 13th പിന്നാണോ, ഞാനൊരു LED എടുത്തിട്ട് മെല്ലെ ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, LED ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഈ LED കാഥോഡ് പറയണത് നെഗറ്റീവാണ്. ഓക്കെ, അതേപോലെ ആനോഡ് പറയുന്നത് പോസിറ്റീവാണ്. ഞാൻ ഈ കാഥോഡ് എടുത്തിട്ട് ഈ ഗ്രൗണ്ട് കണക്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾ വാട്സപ്പിൽ വരിക, മെസ്സേജ് അയക്കുക. ഓക്കെ, ഈ ആനോഡിൽ ഞാൻ ഇപ്പൊ ഡയറക്റ്റ് 13 കൊടുത്തു. ആർഡിനോ 13 പോസിറ്റീവ് ഡയറക്റ്റ് ആർഡിനോ 13 കൊടുത്തു.
കാരണം എന്താന്ന് വെച്ചാ നമ്മളിപ്പോ കോഡ് എഴുതിയിട്ടുണ്ട്. ഈ കോഡില് ബ്ലോക്സ് ടെക്സ്റ്റ് ഓക്കെ. നമ്മളിപ്പോ കറന്റ് ബ്ലോക്ക് പഠിപ്പിക്കണില്ല, ഞാൻ ഇപ്പൊ കോഡിങ് പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഈ കോഡിങ്ങില് പിൻ മോഡ് LED ബിൽറ്റ് ഇൻ ഉണ്ടോ, അത് ഞാൻ ബിൽറ്റ് മാറ്റിയിട്ട് ഞാൻ 12 ആക്കി, എങ്കിൽ 13 ആക്കി. 13 അതേപോലെ ഇതും 13 ആക്കി. LED ബിൽറ്റ് ഇൻ ഇത് 13. ഓക്കെ, അപ്പോ ഈ LED പിന്നിപ്പോ കണക്ട് ചെയ്തിരിക്കണം. എങ്ങനെ അറിയാം? നമ്മുടെ LED ഗ്രൗണ്ട് എപ്പോഴും ഗ്രൗണ്ട് ആവണം. നമ്മൾ ഗ്രൗണ്ടിൽ ആർഡിനോയുടെ സിഗ്നൽ കൊടുക്കാൻ പാടില്ല. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഡിജിറ്റൽ പിൻ 13 ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ LED പോസിറ്റീവ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെ കൊടുത്താൽ എന്താ ഉണ്ടാവുക ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ കോഡ് ഇവിടെ ചെറിയൊരു എഡിറ്റ് വരുത്തിയിട്ട് നമ്മൾ എംബഡഡ് C കോഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, അത് ഞാൻ ചെറുതായിട്ട് കോഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വോയിഡ് സെറ്റപ്പ്, അത് നമ്മൾ ആർഡിനോന്റെ അതിലുള്ള സംഭവമാണ്. ഓക്കെ, ഈ വോയിഡ് സെറ്റപ്പിലാണ് നമ്മുടെ പിന്നുകൾ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, പിൻ മോഡ് 13 ഔട്ട്പുട്ട്. ഇപ്പൊ LED ഔട്ട്പുട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് കൊടുക്കുക, പുറത്തുനിന്ന് സ്വീകരിക്കുന്ന സാധനമാണ് LED, അപ്പൊ അത് ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പോ ഈ ആർഡിനോന്ന് പുറത്തേക്ക് കൊടുക്കുകയാണ്, അപ്പൊ LED ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഈ LED ഇവിടെ വെച്ചിട്ട് കോഡ് പോയോ? ഇനി അടുത്തത് നമ്മുടെ പിൻ മോഡ് ഡിക്ലെയർ ചെയ്തു 13 പിന്നെ. ഓക്കെ, ഇനി അടുത്തത് വോയിഡ് ലൂപ്പ്. ലൂപ്പ് പറഞ്ഞാൽ എന്താ? ഒരു എൻഡിങ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ ഒരു ബ്ലോക്കാണ് ആ വോയിഡ് ലൂപ്പ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡിജിറ്റൽ റേറ്റ് 13 ഹൈ, നമ്മുടെ ഇവിടെ പിൻ മോഡ് 13 ഡിക്ലെയർ ചെയ്തു അല്ലേ? അപ്പൊ ഡിജിറ്റൽ റേറ്റ് 13 ഹൈ അത് പറയുമ്പോ ആദ്യം ഈ 13ാമത്തെ പിന്നിലാണല്ലോ സിഗ്നൽ പോണത്. അപ്പൊ ഈ 13ാമത്തെ പിന്ന് ഹൈ എന്ന് പറഞ്ഞാൽ ഓൺ. ഓക്കെ, ലോ എന്ന് പറഞ്ഞാൽ ഓഫ്. ഹൈ എന്ന് പറഞ്ഞാൽ ഓണ്, ലോ എന്ന് പറഞ്ഞാൽ ഓഫ്, അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് കോഡ് ശ്രദ്ധിച്ചാൽ കാണാം. ഡിജിറ്റൽ റേറ്റ് 13ാമത്തെ പിന്ന് ഫസ്റ്റ് ഹൈ ഓൺ ആയിരിക്കണം. ഓൺ ആയിട്ട് ഡിലേ 1000 മൈക്രോ സെക്കൻഡ് മില്ലി സെക്കൻഡ്. ഓക്കെ, അത് പറയുമ്പോൾ ഒരു സെക്കൻഡ് 1000 മില്ലി സെക്കൻഡ് പറഞ്ഞാൽ ഒരു സെക്കൻഡ്. ഓക്കെ, ഈ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഡിജിറ്റൽ റേറ്റ് 13 ലോ, അത് പറയുമ്പോൾ 13ാമത്തെ പിന്നെ ഓഫ് ആവണം. അപ്പോ LED ഓഫ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡിലേ 1000 മില്ലി സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഡിലേ 1 സെക്കൻഡ് പിന്നെ 1 സെക്കൻഡ് വന്നു. അപ്പോ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ വോയിഡ് ലൂപ്പ് ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇതും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ലോവിൽ നിന്ന് നേരെ പിന്നെയും ഹൈയിലേക്ക് പോകും. ലൂപ്പ് എന്നാണ് ഞാൻ പറഞ്ഞു. ലൂപ്പ് ഒരു ലൂപ്പാണ്. ഓക്കെ, അപ്പോ അത് അവസാനിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോ ഈ കോഡ് ഞാൻ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്തു. അപ്പോ ഈ ആർഡിനോയില് ഒരു തീന്റെ ഒരു സാധനം വന്നിട്ടുണ്ടോ, ബ്ലാസ്റ്റ് ചെയ്യണ ഒരു ഇത് വന്നിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? കറണ്ട് ത്രൂ LED ഈസ് 51.5 മില്ലി ആംപിയർ വൈൽ റെക്കമെൻഡഡ് മാക്സിമം ഈസ് 20 മില്ലി ആംപിയർ. ഞാൻ നേരെ പറഞ്ഞു, കൂടുതൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ LED ബ്ലോ ആവും. അപ്പോ ഇതിലിപ്പോ കറന്റ്ലി ആർഡിന് ഔട്ട്പുട്ട് കൊടുക്കുന്നത് 51 മില്ലി ആംപിയർ ആണ്. ഓക്കെ, 51 മില്ലി ആംപിയർ കൊടുത്താൽ നമ്മുടെ LED കത്തിപ്പോവും, ഫ്യൂസ് ആവും. റെക്കമെൻഡഡ് പറയണത് 20 മില്ലി ആംപിയർ ആണ്, അങ്ങനെയാണ് അതിൽ പറയണത്. ഓക്കെ, 20 മില്ലി ആംപിയറിൽ കൂടുതൽ കറണ്ട് പോയാൽ LED പോയ LED ഫ്യൂസ് ആവും, അതാണ് അവരവിടെ പറയണത്. ഓക്കെ, അപ്പൊ ഇത് കുറക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അവിടെ റെസിസ്റ്റർ വെച്ചെടുക്കും. റെസിസ്റ്റർ എങ്ങനെയെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളൊരു പൈപ്പ് എടുക്കുക, ഒരു വാട്ടർ ടാപ്പ് എടുക്കുക. നമ്മൾ വാട്ടർ ടാപ്പില് നല്ല ഫാസ്റ്റിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ കൈ കഴുകുമ്പോൾ നമ്മുടെ മേത്തേക്ക് തെറിക്കുക. അപ്പോൾ അത് ഓവറാണ് നമുക്ക് തോന്നി. അപ്പോ നമ്മൾ ടാപ്പ് കുറച്ചൊന്ന് ക്ലോസ് ചെയ്യുമല്ലോ, അപ്പം എല്ലാ വെള്ളം വരും. ആ സാധനമാണ് റെസിസ്റ്റർ. കറണ്ടിനെ കുറക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റെസിസ്റ്റർ. അത്രേ ഉള്ളൂ. ഞാൻ ഈ വയർ ഇവിടെ നിർത്തി കളഞ്ഞു. സിമുലേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വയർ ഇവിടെ നിർത്തി കളഞ്ഞു. ഓക്കെ, എന്നിട്ട് ഈ LED ജസ്റ്റ് ഒന്ന് നീട്ടി കൊടുത്തു, വെറുതെ കാണാൻ ചന്തത്തിനാണ്, നിങ്ങൾ വെറുതെ കേട്ടോ. എന്നിട്ട് ഞാൻ ഈ റെസിസ്റ്റർ ഇവിടെ വെച്ചു. റെസിസ്റ്റർ വെച്ചിട്ട് ആനോഡ്
റെസിസ്റ്ററിന്റെ ഒരു ടെർമിനൽ കൊടുത്തു. ഓക്കെ, ഒരു പിന്ന് കൊടുത്തു. എന്നിട്ട് ഈ ടെർമിനലിന് രണ്ടാമത്തെ ടെർമിനലിന് 13ാമത്തെ ഡിജിറ്റൽ പിന്നുക്ക് കൊടുത്തു. അപ്പൊ എന്താ ഉണ്ടാവുക? ഇതിവിടെ കണക്ട് ആയി. ഇനി ഞാൻ ഈ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത നിങ്ങൾക്ക് LED ഗ്ലോ ആവണത് കാണാൻ പറ്റും. ഇപ്പൊ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ച് കമ്മിയാണ്. ഇപ്പൊ കറന്റ്ലി 1K റെസിസ്റ്ററാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ 1K ഏത് ഈ റെസിസ്റ്റർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അതിന്റെ ഇത് വരും, പോപ്പ് വരും, റെസിസ്റ്റൻസ് മാറ്റാണ്. ഞാൻ അവിടെ 220 ohms നിർത്തും. ഇവിടെ ഇപ്പൊ കിലോ ഓം എന്നാണ്. ഇപ്പോ കിലോ ഓം എന്നുള്ളത് ഞാൻ ഓം ആക്കി. അപ്പോ എന്നിട്ട് 220 ohms നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലീഡിന്റെ ഇന്റൻസിറ്റി ഒന്നുകൂടി കൂടി. അപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞു. ഓക്കെ, ഞാൻ റെസിസ്റ്ററിന്റെ വാല്യൂ ഒന്ന് കമ്മിയാക്കി കൊടുത്തു. കിലോ ഓംന്ന് ഓംസ് ആക്കി കൊടുത്തു. 1Kന്ന് 220 ohms ആക്കി കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ LED ബ്രൈറ്റ്നെസ് കൂടിയ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ ആർഡിനോ ഇത്രേ ഉള്ളൂ. ഇനി ഇത് വെച്ച് നമ്മൾ ഓരോ കോഡുകൾ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ കഴിവ്. ഓക്കെ, നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളൊരു AI വെച്ച് നമ്മൾ ഉണ്ടാക്കും. AI വെച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കാര്യമില്ല, നമ്മൾ കോഡിങ് പഠിക്കാനേ വേണം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഇതാണ് ആർഡിനോ. അത് നിങ്ങൾക്ക് അറിയാം, അത് എല്ലാവർക്കും അറിയാം. നമ്മൾ കുട്ടികളല്ലല്ലോ, ഇതിന്റെ കാര്യത്തിൽ നമ്മൾ കുട്ടികളല്ല. അതേപോലെ ഇതാണ് ആർഡിനോ. ഇതാണ് അൾട്രാസോണിക് സെൻസർ. ഈ അൾട്രാസോണിക് സെൻസറിൽ 3 ലെഗ് ഉള്ളൂ. ഈ അൾട്രാസോണിക് അല്ല നമ്മുടെ അൾട്രാസോണിക്. ഓക്കെ, നമ്മുടെ 4 ലെഗ് ഉണ്ട്. പിന്നെ ഇതാണ് PIR മോഷൻ സെൻസർ. ഇത് ഞങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, PIR മോഷൻ സെൻസർ എന്തിനാ യൂസ് ചെയ്യാ? അതെ, മോഷൻ ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ PIR സെൻസർ യൂസ് ചെയ്യുക അല്ലേ. പിന്നെ ഈ സോയിൽ മോയ്സ്ചർ സെൻസർ, മണ്ണിലുള്ള നനവിന്റെ അളവും കാര്യങ്ങളും അറിയാനാണ് നമ്മൾ ഈ സോയിൽ മോയ്സ്ചർ സെൻസർ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇതൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളൊന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഇതിന്റെ ഒരു കിറ്റ് കിട്ടുമെന്ന്. ഞങ്ങൾ ഇതിലുള്ള നിങ്ങൾ പറയുന്ന ടൈപ്പ് എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് കയ്യിൽ തരും. ഓക്കെ, ഇതാണ് സെർവോ മോട്ടർ. നമ്മൾ നോർമലി ഒരു കിറ്റിൽ സെർവോ മോട്ടർ ഇൻക്ലൂഡ് ചെയ്യണം. ഞങ്ങളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം നിങ്ങൾ ബേസിക് പഠിക്കാനാണ് വന്നത്. സംഭവം സെർവോ മോട്ടർ ബേസിക് ആണെങ്കിലും ഞങ്ങൾ അത് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കില്ല. ഞങ്ങൾ യൂട്യൂബിൽ അതിന്റെ വേറെ ക്ലാസ് ഇടും. ഓക്കെ, സെർവോ മോട്ടർ എന്താണ്, ഒരു സെർവോ മോട്ടർ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് ഇട്ടുതരും. ഓക്കെ, പിന്നെ ഇതാണ് ബ്രെഡ് ബോർഡ്. ഞാൻ നിങ്ങൾക്ക് ബ്രെഡ് ബോർഡിന്റെ കണക്ഷൻസ് പറഞ്ഞുതരാം. ബ്രെഡ് ബോർഡിന്റെ കണക്ഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇപ്പൊ കറന്റ്ലി ഇതിന് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റിയൊരു വെബ്സൈറ്റ് വേറെ ഉണ്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു ബ്രെഡ് ബോർഡ് കണ്ടോ, അതൊന്നും ശരിക്കട്ടെ. കറക്റ്റ്. ഈ ഒരു ബ്രെഡ് ബോർഡിൽ ഇത് ഫുള്ള് നെഗറ്റീവ്. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നെഗറ്റീവ് ഒരു മൈനസ് ഉണ്ട്. ഇവിടെ ഈ മൈനസും ഇവിടെ ഒരു പ്ലസും ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു കണക്ഷൻ, ഏത് കണക്ഷൻ, ഈ ഒരു ലൈൻ ഉണ്ടോ, മൗസ് പോയിന്റർ നോക്കിക്കോ, കേഴ്സർ നോക്കിക്കോ, ഈ ഒരു കണക്ഷൻ ഫുള്ള് ഒരൊറ്റ ലൈനാണ്. ഓക്കെ, അതേപോലെ ഈ പ്ലസ് ഒരൊറ്റ ലൈനാണ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരൊറ്റ ലൈന് ഫുൾ ഒറ്റ ലൈനാണ്. ഒരു ലൈന് ഫുൾ ഒരു കണക്ഷൻ, ഈ ഒരു ലൈന് ഫുൾ ഒരു കണക്ഷൻ. ഓക്കെ, അത് അത്രേ ഉള്ളൂ. നമ്മുടെ ബ്രെഡ് ബോർഡിക്ക് പവർ സപ്ലൈ കൊടുക്കേണ്ട ആ ഒരു ഭാഗമാണത്. അവിടെ തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് എവിടെ വെച്ചാൽ കൊടുക്കാം, ഇവിടെ ഒക്കെ കൊടുക്കാം. പക്ഷേ ഈ ലൈന് പറഞ്ഞ പോലെ, ഈ ഒരു കണക്ഷൻ പറഞ്ഞ പോലെ ഇവിടെ ഒക്കെ കണക്ഷൻസ് ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാ നിങ്ങളുടെ ABCDEFGHIJ എന്ന് കണ്ടോ, ഇത് ഓരോ കോളം, ഇത് റോസ്. ഓക്കെ, ഈ ഒരു റോ 1 2 3 30 വരെ. ഓക്കെ, ഈ 30 വരെയുള്ള കോളത്തില് ഇവിടെ ഉണ്ടോ ഈ ഒരു ലൈന് ഇങ്ങനെ ഒരു റോ. ഈ ഇത് ഇപ്പുറത്തേക്ക് കണക്കില്ല, ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് വരുന്നത്. ഈ കണക്ഷൻ ഇപ്പുറത്തേക്ക് കണക്ഷൻ കണക്കൂല. ഓക്കെ, അതേപോലെ 1 മുതൽ 30 വരെയും ഇങ്ങനെ ഒരു കണക്ഷനാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കണക്ഷൻ, എല്ലാതും ഇങ്ങനെ 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 ഫുള്ള്. പക്ഷേ ഈ ഇവിടെ ലൈന് ഇതും ഇതും വേറെ വേറെ കണക്ഷൻസ് ആണ്. ഓക്കെ, ഇവിടെ വേറെ കണക്ഷൻ, ഇവിടെ വേറെ കണക്ഷൻ. ഈ 2 കണക്ഷൻസും ഒപ്പാവണില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ 2 ലൈനും കണക്ട് ചെയ്യണം വിചാരിക്കും. ഞാന് ഇവിടെ ഒരു വയർ എടുത്തു, ബ്ലാക്ക് കളർ വെറുതെ ആക്കി കേട്ടോ. ഇതെടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു.
അപ്പൊ ഈ രണ്ട് കണക്ഷൻ ഒന്നായി, മനസ്സിലായോ? അത് രണ്ടും തമ്മിൽ ഷോർട്ട് ആക്കി രണ്ട് കണക്ഷൻ ഒന്നായി. ഇതും അങ്ങനെ ചെയ്തു, ഇതും അങ്ങനെ ചെയ്തു. ഇനി ഒക്കെ പോട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ രണ്ട്, ഇതൊരു വേറെ ലൈനും ഇതൊരു വേറെ ലൈനും ആണ് അല്ലേ? ആണ്. ഓക്കെ. അപ്പോ ഈ ഒരു കണക്ഷന് ഞാൻ അങ്ങോട്ട് കണക്ഷൻ കൊടുത്തു. അപ്പോ ഈ രണ്ട് കണക്ഷനും സെയിം ആയി. കാരണം എന്താ, ഞാൻ ഇവിടെ ഒരു ജമ്പർ വെച്ചിട്ട് അത് രണ്ടും കണക്ട് ചെയ്തു. അപ്പോ നമ്മുടെ ബ്രെഡ് ബോർഡിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ മെയിൻലി സർക്യൂട്ട്സ് കണക്ട് ചെയ്യാൻ ഈ ബ്രെഡ് ബോർഡ് ആണ് യൂസ് ചെയ്യുക. ബിഗിനേഴ്സ് മുതൽ എല്ലാവരും ഈ ബ്രെഡ് ബോർഡ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ പുഷ് ബട്ടൺ നിങ്ങൾക്ക് പഠിക്കാണ്ട്. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് പോവാ. ഓക്കെ. ഈ ബേസിക്സ് ഓൾ കൊടുത്തു. ഇവിടെ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടി. ഓക്കെ. കുറേ സാധനങ്ങൾ പറഞ്ഞാൽ കുറേ സാധനങ്ങൾ കിട്ടി. ഇവിടെ കുറേ ഉണ്ട്, കുറേ ഉണ്ട്. നമുക്ക് ആർഡിനോ യുനോ, ഈ ആർഡിനോ പോലെ തന്നെ ഈ ആർഡിനോ പോലെ തന്നെ വേറെ മൈക്രോ കൺട്രോളറാണ് ഈ മൈക്രോ ബിറ്റ്. ഓക്കെ. ഈ മൈക്രോ ബിറ്റ് അതേപോലെ എട്ടിനി ഇത് എന്താന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടുണ്ട്. ഓക്കെ. ഇതേപോലെ ഒരു സാധനമാണ് ഇതും. ഓക്കെ. ഒരു മൈക്രോ കൺട്രോളറാണ്. ഇതിൽ കുറച്ച് PWM പിൻസ് അല്ല, ഇതിൽ കുറച്ച് പിൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ബ്രെഡ് ബോർഡ് 3 ടൈപ്പ് ബ്രെഡ് ബോർഡ് ഉണ്ട് കേട്ടോ. 3 ടൈപ്പ് ബ്രെഡ് ബോർഡ് എങ്ങനെയാന്ന് വെച്ചാല് മീഡിയം, ലാർജ്, സ്മോള്. ഓക്കെ. ഇത് ലാർജ് ബ്രെഡ് ബോർഡ്, ഇത് മീഡിയം സ്മാൾ ബ്രെഡ് ബോർഡ്, ഇത് മിനി ബ്രെഡ് ബോർഡ്. ഓക്കെ. ഇതിൽ കുറച്ച് കണക്ഷൻസ് കൂടും. കണക്ഷൻസ് ഒക്കെ സെയിം ആണ്, പക്ഷേ ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് വരും. ഓക്കെ. ഈ കണക്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞത് ഈ ബ്രെഡ് ബോർഡ് ഞാൻ ചേരിച്ചൊക്കെ മിനിറ്റ് ഇതിവിടെ വെച്ചു. എന്നിട്ട് അയ്യോ മൊത്തത്തിൽ തൊട്ടടുത്തൊക്കെ പ്രശ്നമാണ്. എന്ത് ഇതിന്റെ ഒരൊറ്റ കണക്ഷൻ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ ഉണ്ടല്ലോ, വലിയ ബ്രെഡ് ബോർഡ്ക്ക് വരുമ്പോ അല്ലേ ഇതിന്റെ നടുവിലൊരു വെട്ട് വരും, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരും. മനസ്സിലായോ? ഈ ഒരു ലൈന് ഇവിടെ ഇങ്ങനെ ഒരു ലൈനും ഇവിടെ ഇങ്ങനെ ഒരു ലൈനും, ഈ ലൈൻ ഇപ്പുറത്തേക്ക് കണക്ട് ആവണില്ല. ഏത് ഇതില് ഫുള്ളി ലൈന് കണക്ഷനാണ്. ഇത് ഫുള്ള് ഇങ്ങനെ ഒരു ലൈനാണ്, ഒരു കണക്ഷനാണ്. പക്ഷേ ഇത് ഫുള്ള് ഇങ്ങനെ ഒരു ലൈനല്ല, ഇതിന്റെ നടുവെന്ന് ബ്രേക്ക് ഔട്ട് ആവും. ഇത് മുതൽ ഇത് വരെ ഒരു ലൈനാണ്, ഇത് മുതൽ ഇത് വരെ ഒരു ലൈനാണ്. പക്ഷേ ഇത് ഫുള്ള് ഒരു കണക്ഷൻ അല്ല, അവിടെ വെട്ട് വരുന്നുണ്ട്. ഓക്കെ. അത് അത്രേ ഉള്ളൂ. ഇനി മിനി ബ്രെഡ് ബോർഡിന്റെ കാര്യം വരികയാണെങ്കിൽ ഇതിൽ ഈ പവർ പിൻസ് ഇല്ല. ഇങ്ങനെ ഉണ്ട്, ഈ സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ കണക്ഷൻസും കാര്യങ്ങളും കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഇതേപോലെ നമ്മൾ പവറിനായിട്ട് വേറൊരു ഇത് അവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ. അതാണ് ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം. പിന്നെന്താ, പിന്നെ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, ഇത് നിങ്ങളുടെ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് ശരിക്കും ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാണ്. ഇതൊരു LDR സെൻസറാണ്. LDR എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. ഓക്കെ. നമ്മുടെ ഉദാഹരണത്തിന് ഇപ്പൊ എങ്ങനെ എനിക്ക് പറഞ്ഞുതരാം. ഞാൻ അപ്പോ വെയിലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേർക്കും. ഇനിയിപ്പോ ഒരു തണലത്ത് പോയി നിന്നാല് ഞാൻ പെട്ടെന്ന് വേർക്കില്ല. അങ്ങനെ തന്നെ പറഞ്ഞുതരാൻ വയ്ക്കില്ല. അത് ഇപ്പൊ ഉദാഹരണം ഇങ്ങനെ പറഞ്ഞുതരാം, അങ്ങനെ തന്നെ പറയാം. ഓക്കെ. ഞാന് നല്ല വെയിലത്ത് നിൽക്കുമ്പോൾ വേർത്ത് ഇങ്ങനെ കുടിക്കാം. അപ്പൊ എന്റെ എനർജി ഇങ്ങനെ കൺസ്യൂം ആയോണ്ടിരിക്കുകയാണ്. മറിച്ച് ഞാൻ തണലത്ത് പോയി നിന്നാ വേർക്കൂല. കാരണം എന്താണെന്നറിയോ? വെയിലിന്റെ ഇന്റൻസിറ്റിയാണ്. ഈ LDR സെൻസർക്ക് കൂടുതൽ ലൈറ്റ് വന്ന് പതിച്ചാല് ഇതിന്റെ റെസിസ്റ്റൻസ് നല്ല കമ്മിയാവും. ലൈറ്റ് വന്ന് പതിച്ചാല്. ഓക്കെ. അപ്പൊ ഇതിന്ന് കൂടുതൽ എനർജി ഇങ്ങോട്ട് പാസ് ചെയ്യും. ഈ പോർട്ടിൽ കൂടുതൽ എനർജി പാസ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഒരു LED എടുത്തു, ഒരു 1.5 സെല്ല് എടുത്തു. ഓക്കെ. ഞാൻ ഈ നെഗറ്റീവ് എടുത്തിട്ട് LEDന്റെ നെഗറ്റീവ് കൊടുത്തു, പോസിറ്റീവ് എടുത്തിട്ട് LDRന്റെ ഒരു ലെഗ് കൊടുത്തു. ഇനി LED ഒരു ലെഗ് എടുത്തിട്ട് LDRന്റെ ഒരു ലെഗ് കൊടുത്തു. ഇനി ഞാൻ സ്റ്റാർട്ട് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു.
ഇപ്പൊ അതില് ബ്രൈറ്റ്നസ് വരണില്ല. ഇതെന്താ വരാത്ത? ഒരു മിനിറ്റ് കഴിച്ച് ഞാൻ ഒന്ന് റെഡി ആക്കട്ടെ. എന്തൊരു ഇഷ്യൂ വന്നു. കോയിൻസ് എടുത്തു. ഒരു LED എടുത്തു. ഒരു LED എടുത്തിട്ട് അതിൽ ചെറിയ റെസിസ്റ്റർ നമുക്ക് വെച്ചെടുക്കാം. ഓക്കെ, ഒരു സമാധാനത്തിന് റെസിസ്റ്റർ എടുത്തിട്ട് അതിന്റെ വാല്യൂ ഒരു 250 ഓംസ്. ഓക്കെ, 250 ഓംസ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഇതെടുത്തിട്ട് നെഗറ്റീവ് കണക്ഷൻ കൊടുത്തു. ഇതെടുത്തിട്ട് ഓക്കെ, ഈ പോസിറ്റീവ് എടുത്തിട്ട് LDRന്റെ ഒരു ലെഗ് കൊടുത്തു. LDRന്റെ ലെഗ് ഇപ്പൊ നോക്കി നോക്കാം. ഒരു LED നമ്മളൊരു സ്വിച്ച് വെച്ച് കണക്ട് ചെയ്യണ പോലെ അല്ലേ? ഇവിടെ സ്വിച്ച്, ഇവിടെ LED, ഇവിടെ ബാറ്ററി അല്ലേ? ഇനി ഞാൻ ഒന്നുകൂടി സിമുലേറ്റ് ചെയ്ത് നോക്കട്ടെ. റെഡിയായി. ഇപ്പൊ അതായിരുന്നു പ്രശ്നം. ഇനി നോക്കാം. ഇത് LED-ന്റെ ഇതാണ്. ഓക്കെ, ലൈറ്റ് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യണതും ഡിക്രീസ് ചെയ്യുന്ന സംഭവമാണിത്. അപ്പോ LDRൽ ഇപ്പോ ഈ LDR ഒരു ലൈറ്റ് ഇപ്പൊ ഇൻക്രീസ് ചെയ്യ സോറി ലൈറ്റിനെ വിളിച്ചെടുത്തില്ല. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാ ഇപ്പൊ ഞാൻ മറച്ചു പിടിച്ചിരിക്കാന്ന് വിചാരിച്ചോണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇന്റൻസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ആക്കിക്കൊണ്ടിരുന്നു. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ ലൈറ്റ് ഗ്ലോ ആയത് കണ്ടോ നിങ്ങള്? ആ ലൈറ്റ് നോക്കി നോക്കാം. കണ്ടോ? LED ഇൻക്രീസ് ആയതുണ്ട്. അതാണ് LDR. ലൈറ്റ് വരുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കമ്മിയാക്കിയിട്ട് ഒരു ഈ ഒരു കേസിൽ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും. ബാക്കി എന്താ? ഇത് പോയോ? അയ്യോ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്ക് ഇതിലും അടിപൊളിയായിരിക്കും. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് 3 days കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, അടിപൊളിയായി തോന്നി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി നിന്നാൽ നിങ്ങൾക്ക് വർത്താവും. ഞാൻ അറിയണേ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് വർത്താണ്. ഓക്കെ, നിങ്ങൾ എന്തായാലും ക്ലാസ് നേരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു പ്രൊജക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാണ്, ഞാൻ തരുന്ന ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് അതിന്റെ പേരും ശരി, ബൈ.